ഞാൻ തണുപ്പ് പിടിച്ച് പണ്ടാരം അടങ്ങിയിട്ടുള്ളത്. പിന്നെ എന്താ പറയാ, ഇന്നലത്തെ ഇതങ്ങക്ക് തീർക്കേണ്ടതുകൊണ്ട് മാത്രമേ ഞാൻ വന്നേന്ന്. ഫുള്ള് തണുപ്പ് പിടിച്ച് എന്തെല്ലാം ആയിട്ടുള്ള. ഇന്ന് ചിലപ്പോ എല്ലാം ആവും, എന്നൊന്നും പറയരുത്. പിന്നെ ഫേക്കോ എടാ, വെറുതെ ഫസ്റ്റ് തന്നെ മൂടാളല്ലടാ, ഫസ്റ്റ് തന്നെ മൂടാളല്ല. അന്ന് ഇതാട്ടെ, ഇന്ന് നമുക്കൊരു നല്ലത് ചെയ്യാൻ വേണ്ടി ഞാൻ നോക്കാം. എനിക്ക് പറ്റുന്നില്ല, ജലദോഷവും കാര്യമെല്ലാം ഉണ്ട്. പക്ഷെ നോക്കൂ. ഇതാ ഇന്നലെ നിങ്ങൾ പൊട്ടിച്ചതാ ഇത്. വെറുതെ ഇന്നും കൂടി തന്നെ ഇതാക്കല്ല പ്ലീസ്. 10th ഫെയിൽ ഇത്. ഓക്കെ ഓക്കെ, എനിക്ക് മനസ്സിലായി. ഇത് ഞാൻ വായിക്കാൻ പാടില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഫേക്ക് ഇല്ല 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 ഇല്ല, ഞാൻ ഇത് നോക്കുന്നില്ലല്ലോ. നിങ്ങൾ പറയുന്നത് ഞാൻ എന്തിനു നോക്കേണ്ട ആവശ്യം? നിങ്ങളെ ഞാൻ വിട്ടല്ലോടാ. നിങ്ങളെ ഇന്നലത്തോടു കൂടി ഞാൻ നിങ്ങളുമായിട്ടുള്ള ഇത് വിട്ടു. അല്ലാണ്ട് CA ഇത് പൊളിഞ്ഞുകൊണ്ടൊന്നല്ല, നിങ്ങളെ ഞാൻ വിട്ടു. കാരണം നിങ്ങൾ എന്ന് പറഞ്ഞാല് നെഗറ്റീവ് പറഞ്ഞ ആൾക്കാരെ എന്താ പറയാ, തരം താത്തുക എന്നുള്ള മാത്രം ഉദ്ദേശം കൊണ്ട് വരുന്ന ആൾക്കാരാണ്. നിങ്ങളോട് അധികം ഇതാക്കിയിട്ട് കാര്യമില്ല. എല്ലാവരും അല്ലേ, കുറച്ച് ആൾക്കാരുണ്ട് ഇതിനായിട്ട് മാത്രം നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എല്ലാവരും അങ്ങനെയൊന്നും ഞാൻ പറയില്ല. ഇങ്ങനെ ആൾക്കാർ എന്താ പറയാ, അവരെ തളർത്താൻ വേണ്ടിയിട്ട് മാത്രം ജീവിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല, അതെനിക്കറിയാം. ബാക്കി ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത്. അത് കുറവാണ്. ഈ തളർത്താൻ വേണ്ടി നിൽക്കുന്നവർ വളരെ കുറവാണ്. ബാക്കിൽ ഒരു ടാങ്കർ കിടക്കുന്നുണ്ട്, അത് ശ്രദ്ധിക്കണ്ട. അപ്പൊ നമുക്ക് നമ്മൾ പരിപാടിയിലേക്ക് പോവാം. ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ എത്രയായി? 100 നോക്കട്ടെ, 107K അടിച്ചിട്ടുണ്ട് ഒറ്റ ദിവസം കൊണ്ട്. അതായത് 70 അങ്ങനെ എന്തോ ഉണ്ടായത്, ഒരു 30-35K എന്തോ ഒറ്റ ദിവസത്തിൽ ഇന്നലെ ഒറ്റ ലൈവില് കൂടി. മങ്കി ജയിച്ചു. ഇപ്പൊ മങ്കി കയറാം. ഹായ് ലിയോക്കോ. Hi, MRZTHOPPPPI. Allah, where are you from? Where are you from? Where are you from? I am from Kerala. You know Kerala? Kerala. किधर है ये? ए वड पो What? എന്താ മോളെ? वड you are वड വഡോ? वड वड़ा वड़ा इडली वड़ा. വാടാ. no वड വട്ട് നിന്റെ Yeah. ഉപ്പാക്ക്. yeah വട്ട് നിന്റെ ഉപ്പാക്ക്. I don't know. I just know one word. വഡ്. അതാരാ നിങ്ങ പഠിപ്പിച്ചെന്നേ? സോ വേറെ ആർ യു ഫ്രം? मदर चौथ का लंडन चूस ले. മദർ ചോത്ത് നിന്റെ ഉപ്പ നായിന്റെ മോളെ. നിന്നോ നമുക്ക് വേണ്ട. ഹലോ, who is that from പൊതപ്പ്? who is that girl? hey എടേ, എന്താന്ന് ഇത്? കർട്ടനാ? നിന്റെ മെറൂൺ കർട്ടൻ കാണാൻ വന്നേ ഞാന്. ഇതെന്താന്ന് ഇവറ്റാണ് ഇങ്ങനെ ചെയ്യുന്നത്? കർട്ടൻ കാണിക്കലും ഫാന് കാണിക്കലും. ഐഡ് ഷമീർ ക്വാളിഫിക്കേഷൻ നഴ്സറി. അമാൻ നിന്റെ ഉപ്പാനോട് ചോദിക്കടാ നാറി. ഗാവിഷ ഒബ്രോയ്. Yeah. Are you from Vivek Oberoy's family? No. No. You have a beautiful face, but I can't see it. Why? So how do you know I have a beautiful face? Because your face half is beautiful, then I is also beautiful. Ring is good. Can I see your face? No. Why? I already saw you. Almost. I Sorry? already saw you. Almost. Please. Okay. Yes. എന്റെ എടാ പോയി. എടാ പോയടാ, നല്ലൊരു സാധനം. എന്താ പോയത്? പുല്ല്. നല്ലൊരു സാധനമായിരുന്നു, ഇടിവെട്ട സാധനം മോനെ.
is that hand? My sister. Oh, where are you from? Punjab. Yeah, Punjab. I love Punjabi girls. You know why? You know why? Why? Because they have a wheat color. You know wheat? Godambu. Rice, wheat, maida. Oh, okay. I Yes, understand. yeah. നിന്നെ ഞാൻ വളക്കണേ. Are you 18 plus? Sorry? Are you 18 plus? You look so younger. Yes. Okay. I am 23. Okay. I am 24. I have a lot of friends from Kerala. You are from Kerala? I am from Kerala. You know why you know I am from Kerala? I know. I can see on your top. They are showing Mr. Thopi or something Kerala. You know him? It's you. No, it's not me. It's my friend's account. I buy it. So, are you studying? ഇല്ല. ഇല്ലേ? You know Malayalam? അല്ല. How? How you know Malayalam? I understand a bit. I have a lot of friends from your side. Okay. What is your name? Preeti. Okay. Preeti. Okay. I got it. Can I be your doll? പോയി ഇങ്ങനത്തെ ചോദിക്കരുത്. സാറ ഖാൻ, ഇതിനോടെല്ലാം നല്ല ക്ലാസ്സിൽ നമ്മൾ പെരുമാറണം. മറ്റേ അലമ്പത്തിന് നമ്മൾ കാണിക്കരുത്. Where from? Don't skip me, first of all. Please, everybody is skipping me. Every beautiful girl is skipping me. I'm from Kashmir. Oh, you are from Kashmir? Yes. Yes, you look like a Kashmiri apple. Thank you. That's you are so much beautiful. I can't describe. You can't see me only. How can I say that I'm No, beautiful? I only see this. You are like Kashmiri apple. What is this? You are so much beautiful. So don't skip me. All beautiful girls are skipping me. Today I saw the most beautiful girl is you. Seriously? You are ചോന്ന് തൊടുത്ത് വത്തക്ക. Can I? What are you doing? I am slipping my words because that much beauty you are. Are you studying? Yes. എൻ്റെ മോനെ ഇതെന്താ ഇത്? Are you from Kashmir? Yes. From where? Kashmir where? എടാ ഇത് എന്തൊരു എടാ എന്താ ഇത്? സ്കിപ്പ് ചെയ്യൂലെന്ന് പറഞ്ഞാടോള്. സ്കിപ്പ് ചെയ്യൂലെന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ച്. പറ്റിച്ചടാ. സ്കിപ്പ് ചെയ്യൂലെന്ന് പറഞ്ഞിട്ട് പറ്റിച്ചടാ. ഞാൻ വിശ്വസിച്ചിട്ട് ഞാൻ എന്തെല്ലാം സ്വപ്നം കണ്ടടാ. ഇതെന്താടാ സ്കിപ്പ് ചെയ്യൂലെന്ന് പറഞ്ഞിട്ട് എന്നെ വിശ്വസിപ്പിച്ചടാ. ഈ ആപ്പിള് പോലത്തെ പെണ്ണ് എന്താന്നടാ? എന്തൊരു മൊഞ്ചാടാ ഇത്? എന്താ ചോന്ന് തുടുത്തിട്ട് അതുപോലത്തെ ഒരു സാധനത്തിന് എനിക്ക് കിട്ടാൻ പോകുന്നില്ല. അത് അത്രയും ഉറപ്പാ. എനിക്കിപ്പോ കാര്യമില്ല. വെറുതെ ഇല്ല നിന്നിട്ട് കണ്ട മറ്റേ അതിനെല്ലാം കണ്ട്. ഇതിപ്പോ ലാസ്റ്റ് ഞാൻ കണ്ടത് ഒരു നല്ല സാധനത്തിനെ ഒന്ന് ആലോചിച്ചിട്ട് എനിക്ക് രാത്രി കടന്നുറങ്ങാൻ നമുക്ക് ചെയ്യാം. ഞാൻ സ്ട്രീമിംഗ് സെറ്റപ്പ് കാണിച്ചു തരാം. ഇവിടുത്തെ സെറ്റപ്പ് എന്തെല്ലാന്നുള്ളത്. ഡൗവാൻ എവിടെ? ഇതാ അതല്ല, കായ്പോളല്ല, ബാക്കിയുള്ള സാധനങ്ങള് ഇതാ. പിന്നെ ഇവിടെ ഒരാളുണ്ട്, അയാളെ ഞാൻ കാണിക്കാൻ പോയത് റിവീലിംഗ് ദി അൾട്ടിമേറ്റ് ബാക്ക്ഗ്രൗണ്ട് വർക്കർ എഡിറ്റർ. ഓക്കെ, ഇതാണ് സ്ട്രീമിംഗ് സെറ്റപ്പ്. ഓക്കെ, മറ്റോള് മെസ്സേജ് അനിക മെസ്സേജ് അയച്ചു നോക്കട്ടെ.
യെസ് 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 യെസ്. കാണിച്ചുതരാം. കാണുന്നുണ്ടാ? ഇതൊക്കെ കൊറേ മുമ്പ് കാണിക്കാം. ഹായ്. എടാ ഇത് മൈക്ക് എങ്ങനെ കണക്റ്റാ? ഇതിൽ കേക്കോ? ഹായ്, എവിടാ? എന്ത് ചെയ്യാ? ഇന്ന് ഒന്നും എടി പോയിട്ടില്ല. ആ പിന്നെ എന്തൊക്കെയാ വിശേഷം? എനിക്ക് അങ്ങനെ പെമ്പിള്ളേരോട് സംസാരിച്ച് വലിയ പരിചയമില്ല, അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ അധികം അറിയില്ല. എനിക്ക് ജലദോഷമായിരുന്നു, അപ്പൊ ഇങ്ങനെ ഒരു കാപ്പിയെല്ലാം കുടിച്ച് ഇങ്ങനെ ഇരിക്കുന്നയാ. ഇല്ല വേറെ പണിയൊന്നുമില്ല. ഇതന്നെ ഫുള്ള് തണുപ്പ് പിടിച്ച് ക്ഷീണമായിരുന്നു മൊത്തത്തില്. പിന്നെ എന്താ ചോദിക്കാൻ, അന്ന് കണ്ടതിന് ശേഷം പിന്നെ ഒരു വിവരമില്ലല്ലോ. ഫുള്ള് ഇത് ഷൂട്ടെല്ലാം തോന്നല്ലേ? ഞാൻ ഡാൻസ് എല്ലാം കാണലുണ്ട്, ഇടക്ക് ലൈക്കും ചെയ്യും. പിന്നെ ബോയ് ഫ്രണ്ട് ഉണ്ടോ ഇപ്പൊ? ആ, എങ്ങനെയാണ് ഒരു ബോയ് ഫ്രണ്ടിനെ കുറിച്ചുള്ള ഇത് സങ്കല്പവും കാര്യങ്ങളെല്ലാം? എന്നാലും ഒരു ഏകദേശം ഒരു സങ്കല്പം ഉണ്ടാവൂലേ? നല്ല ആള് മീൻസ് എന്നെ പോലെ ഉള്ള ആളാണോ? അല്ല അങ്ങനെയല്ല, ഞാൻ ഒരു നല്ലവനാണ്. അറിയാം. അല്ല, ഇനി അങ്ങോട്ട് നമുക്ക് അറിയാം. ഏ ഏ ആര്, ഞാനോ? ആ, ഞാൻ ലൈവ് ചെയ്തോണ്ടിരിക്ക. അത് കുഴപ്പമില്ലല്ലോ. ആ, അപ്പോ എങ്ങനെയാണ് ഭാവി പ്ലാനെല്ലാം എന്താന്ന് ജീവിതത്തിനെ കുറിച്ചിട്ടുള്ള? എന്റെ ഞാൻ പ്ലാൻ പറയട്ടെ. എങ്ങനെ? 12? എന്ത് 12? ആര്? +2 ആണോ? അപ്പൊ 18 ആയിട്ടില്ലേ? ഒറ്റ മിനിറ്റ്, ഞാൻ ഇപ്പൊ വിളിക്കാം. പോക്സോ ഇവിടെ വെള്ളം ഉണ്ടോ? ഹലോ. പുണ്ടച്ചി മോനെ, എന്നെ കേസിൽ പെടുത്താനുള്ള പരിപാടിയാടാ മൈര. നീ എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ചവിട്ടി പുറത്താക്കിടാ. ഉള്ള എനിക്ക് ബോധവും ബുദ്ധിയും വിവരവും ഇല്ലടാ മൈര. നീ പോക്സോ പെണ്ണിനോടാടാ സംസാരിക്കുന്നത്. ഞാൻ ഇന്നാന്ന് പറഞ്ഞത് പോക്സോ ആന്ന്. നിന്റെ തല ഞാൻ ചവിട്ടി പൊട്ടിക്കുന്നു കേട്ടാ. ഞാൻ കാണിച്ചത് ലൈവായിട്ട് കാണിച്ചതാണോ മാറി. എന്നെ ഒന്നും ചെയ്യരുത്.
അല്ലടാ ഇവളെ കണ്ടാല് പോക്സോ എന്ന് പറയില്ലല്ലോ, പോലീസ് കമ്മിങ്ങോ? എന്തിന്? എടാ ഇനി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇത് ഞാൻ ആരോടാ ഇത് പറയണ്ടേ? റബ്ബുല്ലാലമീനായ തമ്പുരാനെ, ഇത് പോലീസിനെ വിളിച്ചാലോ? പോലീസിനെ വിളിച്ച് ഡൗട്ട് ചോദിക്കാം. നമ്പർ പറഞ്ഞേ പോലീസിന്റെ. 100 വിളിച്ചാൽ മതിയോ? എമർജൻസി സർവീസിലേക്ക് സ്വാഗതം. കേരള പോലീസ് പ്രതിനിധിയുമായി സംസാരിക്കുന്നതിനായി 1 അമർത്തുക. വെൽക്കം ടു 112 എമർജൻസി സർവീസ്. ഹലോ സാറേ. പോലീസ് കൺട്രോളറോ? സാറേ ഒരു ഡൗട്ട് ചോദിക്കാനായിരുന്നു, ഒരു സംശയം. ചോദിച്ചോളൂ. ഞാനിപ്പോ ഒരു 18 ആകാത്ത ഒരു പെണ്ണുമായിട്ട് വീഡിയോ കോളിൽ സംസാരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വീഡിയോ കോളിൽ ജസ്റ്റ് സംസാരിക്കുന്നോണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്ക് 22 അല്ല 24. ഞാൻ അപമര്യാദയായിട്ടൊന്നും പെരുമാറിയിട്ടില്ല. ഞാൻ ജസ്റ്റ് വിളിച്ചിട്ട് എന്താന്ന് വിശേഷങ്ങളെല്ലാം ഞാൻ ചോദിച്ചിട്ടേ ഉള്ളൂ. എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് മുമ്പത്തെ. ഇതപ്പോ കുഴപ്പമുള്ള ഉണ്ടാവില്ലല്ലോ? പെൺകുട്ടിക്ക് +2 പഠിക്കുന്നു, 17 തോന്നുന്നു. പെൺകുട്ടി പരാതിക്ക് പോയാൽ പ്രശ്നമുണ്ട്. ആ കുട്ടി പരാതിക്ക് പോയിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. പരാതി കൊടുത്താൽ മാത്രമേ കുഴപ്പമുള്ളൂ. അതെ, ഇപ്പൊ ആ പെൺകുട്ടിയില്ലേ, ആ താങ്കളെ കുട്ടിയുടെ അപമര്യാദയായിട്ട് പെരുമാറിയെന്നും പറഞ്ഞോണ്ടോ, താങ്കളെ കുട്ടി ശല്യപ്പെടുത്തിയെന്ന് പറഞ്ഞോണ്ടോ ആ പെൺകുട്ടിയുടെ പരാതി കൊടുത്താൽ എന്നിട്ട് അത് പ്രശ്നമാവും. ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഇപ്പൊ എനിക്ക് ഇപ്പൊ പഞ്ചായത്ത് വിളിക്കുന്നില്ലേ, കൂട്ടുകാരെ വിളിക്കുന്നുണ്ടെങ്കിൽ ആ കുഴപ്പമില്ലല്ലേ? അവര് പരാതിക്ക് പോയാൽ ആ വീട്ടുകാരാവട്ടെ അല്ലെങ്കിൽ അച്ഛനമ്മയാവട്ടെ ആരായാലും പോയ പ്രശ്നമാണ്. ഓക്കെ ഓക്കെ മനസ്സിലായി. ഓക്കെ സാറ്, താങ്ക് യു മനസ്സിലായി. നായിന്റെ മക്കളെ ഓരോന്ന് പറഞ്ഞിട്ട് പേടിപ്പിക്കുന്നതാ. ഹലോ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മൾ തമ്മിൽ ഒന്നും ഇല്ല കേട്ടാ. ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് എന്താ പറയാ, ജസ്റ്റ് ഒന്ന് നമ്മൾ പണ്ടന്ന് കണ്ടായിരുന്നല്ലോ, ഏത് ഓണത്തിന് നമ്മൾ കണ്ടു. ജസ്റ്റ് ഞാൻ എന്താന്ന് വിശേഷങ്ങൾ, അതായത് ഫുഡ് കഴിച്ചോ അല്ലെങ്കിൽ എന്താ, നമ്മളൊരു ഫ്രണ്ടിനോട് നമ്മൾ കാര്യങ്ങൾ ചോദിക്കുന്ന പോലെ ഞാൻ ചോദിച്ചതെന്ന് കേട്ടാ. വേറെ ഒന്നുമില്ല കേട്ടാ. അപ്പോൾ വേറെ പരാതിയൊന്നും കൊടുക്കൂലല്ലോ അല്ലേ? ഓക്കെ. അല്ല പിന്നെ എടാ ഓരോന്ന് പറഞ്ഞിങ്ങനെ പേടിപ്പിക്കല്ല കേട്ടോ, വേണ്ടാണ്ട്. എൻ്റെ മോനെ എൻ്റെ ഉസറങ്ങ് പാളിപ്പോയി. ഒന്നാമത് ഇന്നലെ ഒരു ഇത് കിട്ടി. ഇതിപ്പോ അടുത്ത കേസ് എന്താന്നിത്, ഞാന് ഷമീർ മാങ്കൂട്ടം. എന്റെ മോനെ അനക്കറിയില്ലടാ. എടാ ഞാൻ ഇവളെ കണ്ട് ഞാൻ വിചാരിക്കുന്നില്ലല്ലോ ഇവക്ക് 17 അങ്കിത് തോന്നില്ലല്ലോ. ഞാൻ വിചാരിക്കുന്ന എന്താ, ഞാൻ വിചാരിക്കുന്ന 18-19 വയസ്സ്. ഇവള് +2 ആണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. ഞാനിത് അറിയുന്നില്ല. എന്റെ മോനെ എന്തോ ഭാഗ്യം, ഞാൻ വിവരക്കേടോ ഇതൊന്നും പറയാത്ത എന്തോ എൻ്റെ ഉപ്പാന്റെ ഉമ്മാന്റെയും ഭാഗ്യം കൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ എൻ്റെ ഭാഗ്യം എന്തെങ്കിലും വരേണ്ടതാണ്. എന്തോ ഭാഗ്യത്തിനൊന്നും വന്നിട്ടില്ല. അല്ലാ രക്ഷപ്പെട്ട്. ഹലോ ആ എന്താണ് നിനക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടോ, മുൻവൈരാഗ്യം അങ്ങനെ എന്തെങ്കിലും? അതെന്താ നീ അത് അങ്ങനെ പറഞ്ഞേ? അല്ല, നിനക്ക് എന്നെ എന്തെങ്കിലും ഒരു കയറായിട്ട് തന്നെ ഞാൻ അവിടെ തൂങ്ങിക്കോളാം, നമുക്ക് കുഴപ്പമില്ല. ഞാൻ മരിക്കാം നിന് വേണ്ടിട്ട്. അല്ല നീ അതെ, ഞാൻ നമുക്ക് നിന്നോട് സ്നേഹം മാത്രമല്ലേ ഉള്ളൂ. ഞാൻ നിനക്ക് എന്തെല്ലാം ചെയ്തത്? ഞാൻ നിന്നെ പൊന്നോരല്ലടാ നോക്കുന്നത്. നീ എന്തിനാ ഇങ്ങനെ പ്രശ്നത്തിൽ പെടുത്തുന്നത്? നീ ഇപ്പൊ പോലീസിനെ വിളിച്ചിട്ട് എന്താ സംസാരിച്ചത്? ഞാൻ കാര്യം ചോദിച്ചു, നീയല്ല എന്നെ വിളിച്ച് ചീത്ത വിളിച്ചത്. അത് മാറ്റാൻ വേണ്ടി ഞാൻ ചോദിച്ചു. അതിന് പോലീസിനാണ് വിളിക്കുന്നത്, പോലീസിനെ വിളിച്ചാൽ പോട്ടെ. ഇത് നീ ആലോചിച്ച ഈ പെണ്ണ് പരാതി കൊടുക്കണമെന്നില്ല. ഇല്ല, ഓള് കൊടുക്കൂല. ഞാൻ ആദ്യം ഓക്ക് വോയിസ് മെസ്സേജ് ഇട്ട് ഓളോട് ഞാൻ പറഞ്ഞു പരാതി കൊടുക്കൂലല്ലോ. മോനെ പറയുന്നൊന്നും മനസ്സിലാക്ക്. സ്ട്രീമിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ എന്തെല്ലാം പ്രശ്നങ്ങളിൽ പോയി പെട്ടെന്ന് അറിയാനോ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ ചെയ്യല്. ഇപ്പൊ ഓക്ക് 18 വയസ്സായിട്ടില്ല, ശരി ഓക്കെ. 17 വയസ്സിൽ ഓള് കേസ് കൊടുത്തിട്ടായിരിക്കാം. ഓളെ പാരന്റ്സിന് വേണമെങ്കിൽ കേസ് കൊടുക്കാം, മനസ്സിലായോ? 17 വയസ്സുള്ള പെണ്ണ് എനിക്ക് കേസില്ല എന്ന് പറഞ്ഞാലും ആ മൊഴിക്ക് വാല്യൂ ഇല്ല, മനസ്സിലായോ? 17 വയസ്സിന് വാല്യൂ ഇല്ല. ഓളെ പാരന്റ്സ് പറയുന്നത് എന്താണോ അതിനാണ് വാല്യൂ.
പെണ്ണിന് 18 ആയിട്ടില്ലെങ്കിൽ. മനസ്സിലാണോ? നീ ഇപ്പൊ എന്തിനാ എന്നോട് ഇത് പറഞ്ഞ് ഇതാക്കുന്നത്? ഞാൻ എന്താ ചെയ്യേണ്ടത്? ആത്മഹത്യ? എടാ നീ സൂക്ഷിക്കണം, നീ ഇത് മോനെ എനിക്കിത് സത്യമായിട്ട് അറിയില്ല. ഇവളെ കണ്ടു കഴിഞ്ഞാല് നിനക്ക് ഇവളെ കണ്ടിട്ട് തോന്നിയോ ഇവക്ക് 17 ആന്നുള്ള കാര്യം? വില പോവില്ല, ഇതൊന്നും കോടതിയിൽ വില പോവില്ല. എനിക്കിത് അറിയില്ല, എനിക്കിത് അറിയോ ഇല്ലയോ എന്നുള്ളത് നിന്റെ മനസ്സിന്റെ ഉള്ളിലുള്ളത് ആർക്കും അറിയാൻ പറ്റും. അത് കോടതി പറയുന്നത് എനിക്കിത് അറിയായിരുന്നു. അപ്പൊ അതാണ് സത്യം. മനസ്സിലാവും? അപ്പൊ നീ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാണ്ട് ഇനി ഓളെ വിളിക്കണ്ട കേട്ടാ. ഇല്ല ഞാൻ വിളിക്കൂല. ഓക്കെ, ലവ് യു. വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും കേറ്. ഈ പെണ്ണുങ്ങളെ വർത്താനം ഇതുണ്ട്. ഇല്ല ഇതാ നോക്കിക്കോ. ബൈ. ഈ പൊട്ടൻ്റെ ഒരു മൂടത്തെ ഇവനങ്ങ് ഇതാ ഇവളെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവക്ക് 17 വയസ്സേ ആയിട്ടുള്ളൂ എന്നുള്ള കാര്യം? ചെന്താമര പൂവിൻ കണ്ണല്ലേ ഞാവൻ കാടിരച്ചുണ്ടല്ലേ അമ്പിളി ചൊപ്പണി തൂമുഖമല്ലേ തുമ്പപ്പല്ലല്ലേ വാക്കുണ്ടൊരു മേഘച്ചേലല്ലേ മാരണി മാതക പൂവല്ലേ ചിന്തനം രാഗിയം ഇഴകല്ലേ എണ്ണച്ചോടല്ലേ. ഞാൻ പറഞ്ഞില്ല ഇത് ഇത് എന്റെ കുഴപ്പമില്ല, ഇത് നിങ്ങൾക്ക് അടക്കം പറ്റുന്ന സംഭവം. ഇത് ഇവിടെ കണ്ടതിന് ഒരു 10-19 എന്തായാലും തോന്നൂല. 15 നായിന്റെ മക്കളെ ഇന്നലത്തെ സെയിം പരിപാടിയും കൊണ്ട് ഇന്നും കൂടി വന്നാലുണ്ടല്ലോ. ഇതാ ഞാൻ പറഞ്ഞില്ലേ, ഇത് കണ്ടാ തോന്നൂലടാ. ഞാൻ നിരപരാധിയാന്ന്. പോലീസെ, കോടതിയെ, പെണ്ണെ, ഞാൻ നിരപരാധിയാന്ന്. എനിക്ക് ഇതായി പോയതാന്ന്. പ്ലീസ് എന്നെ അറസ്റ്റ് ചെയ്യല്ല, ഇതാക്കല്ല. ഞാനൊന്നും ഇതിൽ തെറ്റ് ചെയ്തിട്ട്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് 15 17 തോന്നുന്നു. എടാ ഓളെ കണ്ടിനാ തോന്നൂലടാ. ഒരു 10-20 തോന്നൂലേ? 20 തോന്നൂല. ഓക്കെ ശരി, 18-19 തോന്നൂലേ? ഞാനിത് ആലോചിക്കുന്നില്ലല്ലോ. ഇവിടെ എല്ലാരും ഇത് മറക്കേ. സംഭവം വിടെ എല്ലാരും ഇത് മറന്നേക്ക്. അപ്പുറത്തെ ഒരു ചക്കപ്പോത്ത് കാര്യം നമുക്കൊരു പാട്ടിട്ട് എൻഡ് ചെയ്യാം. നല്ലൊരു പാട്ടേതാ? അല്ല, അറ്റൻഡ് Okay, bye. See you tomorrow, guys. Love you all. See you tomorrow.